നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തെ നടുക്കിയ രണ്ട് കൊലപാതകങ്ങൾ, രണ്ട് മാതാപിതാക്കളുടെ, അതായത് അച്ഛൻ അമ്മ, അവരുടെ ഒരു കരച്ചിൽ നമ്മൾ കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് നെയ്യാറ്റിൻകരയിലെ അൽമയുടെ മരണം, രണ്ടാമത് തൃശ്ശൂരിലേക്ക് വരുമ്പോൾ ഉണ്ണിമായയുടെ മരണം. അപ്പോൾ വളരെ വേദനാജനകമായ സാഹചര്യത്തിൽ കൂടിയാണ് കുടുംബങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു അച്ഛനും അമ്മയും വളരെ പ്രതീക്ഷയോടെ അവരുടെ മകളെ ഒരു പുരുഷൻ്റെ കൈപിടിച്ച് ഏൽപ്പിക്കുന്നു. സന്തോഷത്തോടെ മരണാവസാനം സുഖത്തോടെ അവരെ കരയിപ്പിക്കാതെ നോക്കുമെന്ന പ്രതീക്ഷയോടെ ഒരു അന്യ വീട്ടിലേക്ക് പറഞ്ഞിരിക്കുന്നു. അതേ കൈകൾ തന്നെ അവരുടെ കൊലപാതകി അല്ലെങ്കിൽ അവരുടെ കാലന്മാരായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ അൽമയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം സംശയരോഗം ഉണ്ടായിരുന്നു. ഉണ്ണിമായയുടെ കാര്യം എടുത്താൽ ശിവപ്രസാദിന് സംശയരോഗം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കൊലപാതകങ്ങൾ വർദ്ധിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതായത് നമ്മൾ പറയില്ലേ, അമിതമായി കഴിഞ്ഞാൽ അമൃതവും വിഷമാണെന്ന്. ഈ രണ്ട് കേസിലും ഉണ്ടായിരിക്കുന്നത് അതാണ്. സ്നേഹം അമിതമായിട്ട് അത് സംശയത്തിലേക്കും പിന്നീട് അതൊരു കൊലപാതകത്തിലേക്കും എത്തി എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഈ അൽമയുടെ കാര്യം സ്നേഹമാണ് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി അടക്കം വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. പക്ഷേ അതൊന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ സ്നേഹം മാത്രമല്ല, അവിടെ വേറെ കുറേ കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാകും. അൽമയുടേത് രണ്ട് ഭാഗമായിട്ട് നമുക്ക് മാറ്റാം. അതായത് ഒന്നാമത്തേത് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്ന കഥ എന്ന് പറയുന്നത്, വിഷ്ണുവിന് അൽമയോട് ഒരുപാട് സ്നേഹമുണ്ട്. ഒരുപാട് സ്നേഹം എന്ന് വെച്ചാൽ 9 വർഷം പ്രണയിച്ച് 9 വർഷമായിട്ട് ദമ്പതികളായിട്ട് ജീവിക്കുന്ന ഒരാൾ. സോഷ്യലി ആ നാട്ടിലെ ഏറ്റവും വലിയ പ്രമുഖരായിട്ടുള്ള ഒരു കുടുംബമാണ്. അച്ഛൻ, സഹോദരൻ, വിഷ്ണു എല്ലാവരും വിദ്യാസമ്പന്നരാണ്. വിഷ്ണു PSC ടീച്ചറാണ്. അപ്പോൾ എല്ലാ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആവോളമുണ്ട് വിഷ്ണുവിന്. സൊസൈറ്റിയിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, എന്തൊക്കെ നടക്കാൻ പാടില്ല, എങ്ങനെയൊക്കെ ആയിരിക്കണം ഒരു മാതൃകാ ദമ്പതികൾ എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണയുള്ള ഒരാൾ. അൽമ എന്ന് പറയുന്നത് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു വിവാഹം കഴിയുന്നത് വരെ. വിവാഹ ശേഷം പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീട് പഠിപ്പിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ഈ എഡ്യൂക്കേഷനുള്ള ഫാമിലിയിൽ ഒരു കുട്ടീനെ കല്യാണം കഴിച്ച് വിട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പഠിപ്പിക്കാമെന്ന് പറഞ്ഞാൽ അവർ പഠിപ്പിക്കും. ചിലപ്പോൾ കുട്ടികൾ ഈ ആവേശത്തിലൊക്കെ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും വിവാഹം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സുഖം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ പഠിക്കാനൊന്നും പോയില്ലെങ്കിൽ കുഴപ്പമില്ലെന്ന് മനസ്സിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് സ്ത്രീകൾ അതിൽ നിന്ന് പിന്മാറാറുണ്ട്. പഠിക്കാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും പിന്നീട് ആ പുരുഷൻ്റെ വീട്ടിലുള്ള ആളുകൾ തന്നെ പഠിക്കാൻ പോകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ, ഇല്ലമ്മ എനിക്ക് ഇത് ഓക്കെയാണ് എന്നുള്ള രീതിയിൽ പോകുന്ന ആളുകളുണ്ട്. പക്ഷെ അൽമയുടെ കാര്യം അങ്ങനെയല്ല. പഠിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷേ പഠിപ്പിക്കാൻ ഈ വീട്ടുകാർ തയ്യാറായില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന സൂചനകൾ. അൽമയെ സംബന്ധിച്ചിട്ട് പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ 9 വർഷമായി ഇവർ കല്യാണം കഴിച്ച് ജീവിക്കുന്നെങ്കിലും ഇവർക്ക് കുട്ടികളില്ലാത്തതിനും രണ്ട് കഥകളുണ്ട്. ഒന്ന്, അൽമയ്ക്ക് ഇത് നേരത്തെ അറിയാമായിരുന്നു. ഈ വിഷ്ണുവിന് കുട്ടി ഉണ്ടാകില്ല എന്നുള്ള കാര്യം നേരത്തെ അറിയാമായിരുന്നു. രണ്ട്, വിഷ്ണു ഈ കാര്യം മറച്ചു വെച്ചുകൊണ്ട് അൽമയെ സ്നേഹിച്ചു, കല്യാണം കഴിച്ചു. അതിനുശേഷം അൽമ ഈ കാര്യം തിരിച്ചറിഞ്ഞു എന്നുള്ളത്. എന്താണെങ്കിലും ഇവർ വിവാഹത്തിന് ശേഷം ഇവർക്ക് കുട്ടികൾ ഉണ്ടാകില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി. അത് മനസ്സിലാക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും അൽമയുടെ സന്തോഷങ്ങൾ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മൃഗങ്ങളെ വളർത്താൻ തുടങ്ങിയത്. ആ വീടിൻ്റെ ചുറ്റുവശവും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്. സമയം പോകാൻ വേണ്ടിയുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളതായിരിക്കാം. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. ഈ ആക്റ്റീവായിട്ടുള്ള ഒരാളെന്ന് പറയുമ്പോൾ പങ്കുവെച്ചത് മൊത്തം വിഷ്ണുവിനൊപ്പമുള്ള സന്തോഷമായിട്ടുള്ള ഓരോ നിമിഷങ്ങളാണ്. സോഷ്യൽ മീഡിയ അല്ല, റിയൽ ലൈഫ് എന്ന് വ്യക്തമാക്കുന്നത് കൂടെയാണ് ഈ ഒരു ഇൻസിഡൻറ്റ്. വിഷ്ണുവാണ് ഈ അൽമയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുത്തത്. അങ്ങനെയുള്ളൊരു പെൺകുട്ടിയെ എന്തിന് വിഷ്ണു കൊന്നു എന്നുള്ളതാണ് ചോദ്യം. വിഷ്ണു പറയുന്നത് കുട്ടി അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച അത് തർക്കത്തിലേക്ക് പോകുന്നു. ആ ദേഷ്യത്തിൽ താൻ കുത്തിക്കൊന്നു, അത് സഹോദരൻ്റെ അടുത്ത് പോയി പറഞ്ഞു എന്നുള്ളതാണ്. ഈ പറയുന്നത് പോലെ കുട്ടിയാണ് വിഷയമെങ്കിൽ അതിന് ഒരുപാട് മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ അറിയാത്തവരല്ല ഈ കുടുംബം എന്ന് പറയുന്നത്. പക്ഷെ അവരതിന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഒന്നാമത്തെ കാര്യം, ഈ പെൺകുട്ടി ആവശ്യപ്പെടുന്നത് ഒരു കുഞ്ഞിനെ ദത്തെടുക്കാം എന്നുള്ളതായിരുന്നു. അതിന് വിഷ്ണു സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ വിഷ്ണുവിനൊരു കുഞ്ഞ് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഫിസിക്കലി പറ്റാത്തത് കൊണ്ട് നടക്കില്ല എന്നുള്ളതും വിഷ്ണുവിനറിയാം. അങ്ങനെയാണ്
ഈ നായ്ക്കളെയും പൂച്ചകളെയും ഒക്കെ വളർത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നത്. ഒരു 10-16,000 രൂപയൊക്കെ കൊടുത്തിട്ട് ഈ പൂച്ചകളെ നോക്കാൻ വേണ്ടി മാത്രം ഒരു സെർവൻറ്റിനെ അടക്കം ആ വീട്ടിൽ നിർത്തിയിരുന്നു എന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. അതായത് അത്രമാത്രം അൽമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് വിഷ്ണു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ കഥകൾ, നമ്മൾ കേട്ട കഥകൾ. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പുറത്ത് ഈ നാട്ടുകാരും വീട്ടുകാരും കണ്ടതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. അതായത് അൽമ ശരിക്കും അവിടെ ഒരു തടവറയിലായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ചില പക്ഷികളൊക്കെ നമ്മൾ കൂട്ടിലിട്ട് വളർത്തുമല്ലോ, അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് കൊണ്ടു കൊടുക്കുന്നു, അവർക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും, കളിപ്പാട്ടം, അങ്ങനെ എല്ലാം നമ്മൾ കൊണ്ടു കൊടുക്കും. എത്രയൊക്കെ ആണെങ്കിലും അവരാ കൂടിനുള്ളിലാണ്. അതായിരുന്നു യഥാർത്ഥത്തിൽ അൽമയുടെ അവസ്ഥ എന്നുള്ളതാണ്. അൽമയെ പുറത്ത് കൊണ്ടുപോകാറുണ്ടായിരുന്നില്ല. ഈ പോകുകയാണെങ്കിൽ തന്നെ വിഷ്ണുവിനൊപ്പം മാത്രം. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ അൽമ മരണപ്പെടുന്നതിൻ്റെ 1 മാസം മുമ്പാണ് അയൽവാസികൾ പോലും അവസാനമായിട്ട് ആ കൊച്ചിനെ ഒന്ന് കണ്ടത് എന്ന് പറയുമ്പോൾ വിഷ്ണു വരുമ്പോൾ മാത്രം വീടിന് വെളിയിൽ ഇറങ്ങാൻ പറ്റുന്ന ഒരാളായിരുന്നു ആ കുട്ടി എന്നുള്ളതാണ്. പിന്നെയുള്ളത് ഈ സോഷ്യൽ മീഡിയയിലുള്ള കാര്യം. അൽമയാണ് സോഷ്യൽ മീഡിയയിൽ വ്ളോഗ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ മനസ്സിലാകുന്നത് ഇതിൻ്റെയൊക്കെ ഒരു നിയന്ത്രണം ഒരുപക്ഷെ ഇയാളുടെ കയ്യിലായിരിക്കണം എന്നുള്ളതാണ്. ഇയാൾക്കൊരു പേടിയുണ്ട്, അൽമ എന്നെ വിട്ടുപോകും. ഒന്നാമത്തെ കാര്യം, ഈ കുട്ടികളില്ല എന്നുള്ളത്, കുട്ടികൾ ഉണ്ടാകില്ല എന്നുള്ളതൊരു ഭയമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അൽമ എന്നെ വിട്ടുപോകുമോ എന്നുള്ളൊരു പേടി ഇയാൾ നല്ല പോലെ ഉണ്ടായിരുന്നു. ഈ വീടിൻ്റെ ചുറ്റുമതിൽ എന്ന് പറയുന്നത് അത്യാവശ്യം ഹൈറ്റിലൊക്കെ ഉള്ളൊരു മതിലാണ്. പക്ഷേ അവർ ആ വീട് വാങ്ങുന്നത് 9 വർഷം മുമ്പ് എങ്ങാണ്ട് വേണം. ഇപ്പോൾ അത് വാങ്ങിയതിന് ശേഷം ആ മതിൽ വീണ്ടും ഒരു 4-3 വരി ഹൈറ്റിൽ കെട്ടുവാണ്. അതായത് ആ വീട്ടിൽ എന്ത് സംഭവിക്കുന്നു എന്ന് മറ്റുള്ള അപ്പുറത്തുള്ള വീട്ടിലൊന്നും നോക്കിയാൽ കാണാൻ പറ്റാത്ത രീതിയിൽ. സാധാരണഗതിയിലും ടൗണിലൊക്കെയാണ് പരസ്പരം ഒരു ബന്ധമില്ലാണ്ടൊക്കെ ആളുകൾ ജീവിക്കുന്നത്. കുറച്ച് ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കുന്നു, സന്തോഷത്തോടെ സംസാരിക്കുന്നു, വിശേഷങ്ങൾ പങ്കുവയ്ക്കുക, ആ രീതിയാണല്ലോ. ആ ഒരു പ്രദേശവും അത്തരത്തിലാണെങ്കിലും ഈ വീട് മാത്രം ഈ ചുറ്റുവരികളൊക്കെ കെട്ടി, അതും ഹൈറ്റിൽ, ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ പോലും കാണാത്ത ഹൈറ്റിൽ കെട്ടി മറച്ചിരുന്നു എന്നുള്ളതാണ്. അത് അന്ന് സ്വാഭാവികമായിട്ട് ഈ പറയുന്നത് പോലെ പൂച്ചകൾ ചാടിപ്പോവാതിരിക്കാനും ഒക്കെയാണെന്നാണ് കരുതിയത്. പക്ഷെ ഇപ്പോൾ സാഹചര്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാകും ഇതൊക്കെ വിഷ്ണു നേരത്തെ മുൻകൂട്ടി ചെയ്തതാണ്. ഈ അൽമ അറിയാതെ പോലും വേറൊരാളെടുത്ത് സംസാരിക്കേണ്ട എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലായിരുന്നു ഇയാൾ എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ചില പ്രതികരണങ്ങൾ പുറത്തേക്ക് വരുന്നത്. വിഷ്ണുവിനായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പ്രതികരണങ്ങൾ. വിഷ്ണുവിൻ്റെ ബന്ധുക്കൾ എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ അവർ പറയുന്നത് പ്രകാരം അൽമ കൊല്ലപ്പെട്ടത് വിഷ്ണുവിനെ ദേഷ്യം പിടിപ്പിച്ചിട്ടാണ്. ശരിയാണ്. എന്തിനു ദേഷ്യം പിടിപ്പിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഈ കുട്ടികൾ ഉണ്ടാകാത്ത കാര്യങ്ങൾ മാത്രമായിരുന്നില്ല വിഷയം. അതിനപ്പുറത്തേക്ക് അൽമയ്ക്കൊരു അവിഹിതം, അല്ലെങ്കിൽ അൽമയ്ക്ക് 3ാമതൊരു പയ്യനുമായിട്ടൊരു റിലേഷൻ, അതും ഈ പൂച്ചകൾക്ക് അതായത് ഇവർക്കിടയിലേക്ക് 3ാമതൊരാൾ വന്നു. ശരിയാണ്, 2ാമതൊരാളായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഈ വീട്ടിലുള്ള പൂച്ചകൾക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്ന, അല്ലെങ്കിൽ പൂച്ചയായിട്ട് ബന്ധപ്പെട്ട് സർവീസ് നടത്തുന്ന ഒരു പയ്യനാണ് ഇങ്ങനെയൊരു അവിഹിതം എന്നുള്ളതാണ് പറയുന്നത്. ഇതിന് എവിഡൻസ് ഇല്ല, ബന്ധുക്കൾ പറയുന്നതാണ്. വിഷ്ണുവിനെ എന്തിന് ഇത്തരത്തിൽ ദേഷ്യം പിടിച്ചു എന്നുള്ളത് ബന്ധുക്കൾ പറയുന്നതാണ്. അങ്ങനെ വരികയാണെങ്കിൽ അവിടെ വലിയ ഒരു സംശയമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ പറയുന്ന നാട്ടുകാർ പറയുന്ന അല്ലെങ്കിൽ ബന്ധുക്കൾ പറയുന്ന ഈ കാര്യം, ഈ 3ാമതൊരാൾ അവിടെ വന്നു പോയത് അവനൊരു സംശയം ഉണ്ടാക്കി എന്നുള്ളതാണെങ്കിൽ ഇതെന്തുകൊണ്ട് വിഷ്ണു ഇതുവരെ പോലീസിനോട് പറഞ്ഞില്ല എന്നുള്ളതാണ്. പോലീസിനോട് ഇപ്പോഴും വിഷ്ണു പറയുന്നത് കുട്ടികളുടെ പേരും പറഞ്ഞ് വഴക്കിട്ടു, തല്ലിപ്പിരിഞ്ഞു, അതിൻ്റെ ഭാഗമായിട്ട് ദേഷ്യം പിടിച്ചപ്പോൾ കത്തിയെടുത്ത് കുത്തി കൊന്നു എന്നുള്ളതാണ്. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഈ നാട്ടുകാരും ഈ ബന്ധുക്കളും പറയുന്ന ഒരുപാട് കാര്യങ്ങളും വിഷ്ണു പറയുന്ന കാര്യങ്ങളും തമ്മിൽ വലിയ വൈരുദ്ധ്യമുണ്ട്. വിഷ്ണുവിൻ്റെ ബന്ധു പറയുന്നത് ഒരു ദിവസം ഈ അൽമയെ ഈ പയ്യനുമായിട്ട് അവരുടെ ബെഡ്റൂമിൽ മോശമായിട്ടുള്ള രീതിയിൽ കണ്ടു എന്നുള്ളതാണ്. ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഒരു സ്ത്രീ അങ്ങനെ മോശമായിട്ട് രീതിയിൽ കാണുമ്പോൾ ഒന്നുമില്ലെങ്കിലും അപ്പോൾ തന്നെ അവനെ പിടിച്ച് അടിക്കാനുള്ള സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ അപ്പം തന്നെ അവളെ പുറകിലാക്കി, അല്ലെങ്കിൽ ആ വീട്ടുകാർ, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെ വിളിച്ചറിയിക്കില്ലേ? ഒന്നും അല്ലെങ്കിൽ ആ വീട്ടിലൊരു ബഹളമെങ്കിലും ഉണ്ടാവില്ലേ? ഇതൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ സംഭവം നടന്നതിൻ്റെ ദേഷ്യം വിഷ്ണുവിനുള്ളിലുണ്ടായിരുന്നു, സങ്കടം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഒരുപക്ഷെ ഇത് ഉള്ളതാണെങ്കിൽ എനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടണ്ട എന്നുള്ളത്. എന്തായാലും വിഷ്ണുവിന് കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെ വേറെ ഒരാളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിലൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ എന്നുള്ളൊരു ആശങ്ക വിഷ്ണുവിൽ ഉണ്ടായിരിക്കണം. മേ ബി അതായിരിക്കാം കൊലപാതകത്തിന് കാരണം.
പക്ഷെ വിഷ്ണു അത് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. അങ്ങനെ ഒരു കാര്യമുള്ളതോ അങ്ങനെ സംഭവിച്ചതായിട്ടോ മൊഴി കൊടുത്തിട്ടില്ല. പക്ഷെ ബന്ധുക്കൾ പറയുന്നത് വിഷ്ണുവിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, മേ ബി അതായിരിക്കാം കൊലപാതക കാരണം എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോഴും ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. CCTV അവിടെ ചിലയിടങ്ങളിലൊക്കെ ഉണ്ട്. ഈ പറയുന്ന വിഷ്ണു മൊഴി കൊടുത്തിരുന്നെങ്കിൽ പോലീസ് സ്വാഭാവികമായിട്ടും ആ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയായിരുന്നു. രണ്ടാമതായിട്ട് വന്ന ഈ യുവാവ് ആ വീട്ടിലേക്ക് വരുന്നതും അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ തെളിവ് കിട്ടുമായിരുന്നു. അത് കിട്ടിയിട്ടുമില്ല. പോലീസിന് ആ മൊഴി കൊടുത്തിട്ടുള്ള പോലീസ് അത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് പോലീസിനെ പോലും, ബന്ധുക്കൾ പറയുന്നത് ശരിയാണെങ്കിൽ പോലീസിനെ പോലും കബളിപ്പിച്ചുകൊണ്ടാണ് വിഷ്ണു ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇത് ഒന്നാമത്തെ കഥയായിട്ടെടുക്കാം. ഇനിയിപ്പോൾ രണ്ടാമത്തെ കഥ എന്നുള്ളത് കഥയായിട്ടോ അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യമായിട്ടോ എടുക്കാം. കാരണം തെളിവില്ല. നമുക്ക് ആ കഥകളും അവിടുത്തെ സാഹചര്യമൊക്കെ കാണുമ്പോൾ ഊഹിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വിഷ്ണു എന്ന് പറയുന്നത് വലിയൊരു പ്രമാണി കുടുംബത്തിലെ ഒരു വ്യക്തിയാണ്. ഒരുപാട് സ്വത്തുക്കളുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളുണ്ട്. ഈ സ്വത്തുക്കളുള്ള വ്യക്തി സ്നേഹിച്ചാണ് ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത്. ഇങ്ങനെ ഒരു പെൺകുട്ടിയായിട്ട് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുമ്പോൾ ആ വീട്ടുകാർ കണ്ണുടച്ച് സമ്മതിച്ചത് ഒന്നാമത്തെ കാര്യം, ഇവന് കുട്ടികൾ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഇവർക്ക് നേരത്തെ അറിയാം. അവർ പുറത്ത് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അൽമയെ അറിയിച്ചോ എന്നതൊന്നും അറിയില്ല. പക്ഷെ കുട്ടികൾ ഉണ്ടാകില്ല എന്നുള്ള കാര്യം അവർക്ക് നേരത്തെ അറിയാമെന്ന് അവരുടെ ബന്ധുക്കൾ തന്നെ വ്യക്തമാക്കുന്നു. അപ്പോൾ കുട്ടികൾ ഉണ്ടാകില്ലെങ്കിൽ സ്വത്തുക്കൾ എങ്ങോട്ടും പോകില്ല എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യം വിഷ്ണുവിൻ്റെ ബന്ധുക്കൾക്കുണ്ടാകും. അങ്ങനെയാണ് വിവാഹം അവർ കുടുംബത്തോടെയാണ് നടത്തുന്നതൊക്കെ. അവർ വിഷ്ണുവിൻ്റെ വീട്ടുകാർ അൽമയുടെ വീട്ടിൽ പോകുന്നു, അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നു, കല്യാണം നടത്തി കൊടുക്കുന്നു. കല്യാണം നടത്തിയതിനു ശേഷം പ്രത്യേകമായിട്ടൊരു വീടെടുത്ത് മാറി താമസിച്ചു എന്നാണ് പറയുന്നത്. ആ വീട്ടിലാണ് ഇപ്പോൾ കൊലപാതകം നടന്നത്. അപ്പോൾ അവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പണമായിരുന്നു. അതായത് വിഷ്ണു ഇങ്ങനെ പണത്തിൻ്റെ പേരിൽ അൽമയെ ഒരുപാട് ചൂഷണം ചെയ്തിട്ടുണ്ട്. ആ കഥകളൊന്നും ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല. നമ്മൾ ഇന്നിപ്പോൾ അൽമയുടെ അച്ഛൻ്റെ ചില പ്രതികരണങ്ങളുടെ ഭാഗങ്ങളൊക്കെ സംപ്രേഷണം ചെയ്തിരുന്നു. അതിൽ ആ അച്ഛൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാളൊരു സൈലന്റ് കില്ലറാണെന്ന് അച്ഛൻ പറയുന്നുണ്ട്. സൈലന്റ് കില്ലറാന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്നത് സ്നേഹത്തോടെ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരാൾ. ഇപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട്. ഇത്രയും സ്നേഹത്തോടെ നിൽക്കുന്ന ഒരാളല്ലേ, എന്തിനാ അയാളെ ചതിക്കാൻ പോയത്, അതുകൊണ്ടല്ലേ അയാൾക്ക് പ്രകോപനം ഉണ്ടായത് എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അവക്കേ അറിയുള്ളൂ അവൾ എങ്ങനെയാണ് അവിടെ ജീവിച്ചത് എന്നുള്ളത്. ഈ മൂന്നാമതൊരാൾ തന്നെ വരുന്നത്. രണ്ടാമതൊരാൾ എന്നുള്ളത് എന്തുകൊണ്ട് എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒരു പക്ഷെ ഇയാൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടാവും. നമ്മളൊക്കെ ഈ ഐസൊലേഷൻ രീതിയിൽ എത്ര കാലം ജീവിക്കും? ഇപ്പൊ അങ്ങനെ ഒരാളുണ്ടോ എന്ന കാര്യത്തിൽ പോലും നമുക്ക് അറിയില്ല. എങ്കിൽ പോലും അങ്ങനെ ഒരാളില്ലെങ്കിൽ പോലും അൽമയുടെ അവസ്ഥ ഇതായിരുന്നു എന്നുള്ളതാണ്. അതായത് പുറത്ത് വിടാൻ ഇയാൾക്ക് പേടിയാണ്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഇയാൾക്ക് പുറത്ത് അൽമയെ വിടാൻ പേടിയാണ് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഈ കുറച്ചു കാലമായിട്ട് അവിടെ പട്ടി കൊണ്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. കുറച്ചു കാലമായിട്ട് അവിടെയുള്ള നായ എന്ന് പറയുന്നത് അങ്ങനെ അക്രമാസക്തമായിട്ടുള്ള നായയുടെ കൂട്ടത്തിൽ പെടുന്നതാണ്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെയുള്ള തെരുവ് നായ്ക്കളിൽ 2 എണ്ണമാണെന്നാണ് റിപ്പോർട്ട്. അപ്പോൾ അങ്ങനെ ഒരു 2 പട്ടികൾ എന്തായാലും ആരെയും കടിക്കാനോ അറ്റാക്ക് ചെയ്യാനൊന്നും ശ്രമിക്കില്ല. പക്ഷെ അങ്ങനെ ഒരു നായ്ക്കളെ 2 അതും കെട്ടിയിടുന്നത് എന്ന് വെച്ചാൽ ഇത്രയും കാലം കൂട്ടിലായിരുന്നു വളർത്തിയിരുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഗേറ്റിന് വെളിയിലേക്കുള്ള രീതിയിൽ ഓൾറെഡി ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് ആ ഗേറ്റിന് വെളിയിലേക്ക് എന്നുള്ള രീതിയിൽ നായ്ക്കളെ കെട്ടിയിടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വീട്ടിലൊരു പ്രശ്നം എപ്പോൾ വേണമെങ്കിലും പൊട്ടി പുറപ്പെടാം. അപ്പോൾ നാട്ടുകാർ ഓടി അകത്തേക്ക് വരാം എന്നുള്ളത് വിഷ്ണു നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു പ്രകോപനം ഉണ്ടായിട്ടുള്ള കൊലപാതകമല്ല എന്നുള്ളതാണ്. അച്ഛൻ തന്നെ പറയുന്നുണ്ട് ഈ കത്തി വാങ്ങിച്ച് സൂക്ഷിച്ചിരുന്നു, പക്ഷെ അതിന് 2 ദിവസം മുന്നേ ഞങ്ങളെ വിളിച്ച് സ്നേഹത്തോടെ സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു എല്ലാം പ്ലാൻ ചെയ്തിരുന്നു, അങ്ങനെ നടക്കാൻ പോണെന്ന് ഒരു സൂചനയും കൊടുത്തിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ രണ്ടാമത്തെ കഥയിലേക്ക് വരുമ്പോൾ വിഷ്ണു എന്തിനിത് ചെയ്തു എന്നുള്ളത് നമുക്ക് നോക്കണം. വിഷ്ണു കൊലപാതകം ചെയ്തു, അതിന്റെ കാരണം എന്താണ്, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഈ പറയുന്ന അവിഹിതമായിരുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ, മറ്റാരെങ്കിലും സഹായമുണ്ടോ ഒന്നും അറിയില്ല. പക്ഷെ ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ ഇനി സംഭവിക്കുന്ന കാര്യം എന്താണ് എന്നുള്ളത് ഒരു നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ പറയുന്ന സ്വത്തുകളിലേക്ക് തന്നെയാണ് എത്താം. ഈ അച്ഛൻ പറയുന്നത് പ്രകാരം അൽമയ്ക്ക് കുട്ടികൾ വേണമെന്നുണ്ടായിരുന്നു, ആഗ്രഹമുണ്ടായിരുന്നു. വിഷ്ണുവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് നമുക്ക് ഒരു കുഞ്ഞിനെ ദത്തെടുക്കാമെന്ന്. വിഷ്ണു അത് സമ്മതിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ട് എന്താണ് സമ്മതിക്കാത്തത്? ദത്തെടുക്കുന്നത് ആര് കുഞ്ഞാണെന്ന് അറിയില്ലെങ്കിലും നമ്മുടെ സ്വന്തം ചോരയല്ല എന്നുള്ള ബോധ്യം ഉണ്ടല്ലോ. അതാണ് ഈ വിഷ്ണുവിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ വേറെ ആരോ
കുഞ്ഞിന് എൻ്റെ സ്വത്തുക്കളും ഒന്നും തന്നെ കൊടുക്കണ്ട എന്ന് പറയുന്നു. ഈ അൽമയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്, ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ അൽമയ്ക്ക് ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ അൽമയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വിഷ്ണുവിന് മടിയാണ്. ആശുപത്രിയിൽ കൊണ്ടുപോകില്ലെന്ന് പറയുന്നു. അപ്പോൾ അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾക്കൊരു വയ്യായിക വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ടെൻഷൻ കൂടില്ലേ? ഒരു പനി വന്നാൽ പോലും പിടിച്ച് ആശുപത്രി കൊണ്ടുപോകുന്ന ആളുകളാണ് ഈ സ്നേഹം കൂടുന്ന ആളുകൾ, കെയർ കൂടുന്ന ആളുകൾ. പക്ഷേ ആശുപത്രി കേസിൽ മാത്രം അൽമയെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയില്ല, കൊണ്ടുപോയാൽ അതിന് ചിലവ് കൊടുക്കുകയില്ല. അതാണ് ഈ അച്ഛൻ പറയുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും അൽമ ഇല്ലാതായാൽ, ഈ ലോകത്തുനിന്ന് ഇല്ലാതായാൽ എന്ന് വിഷ്ണു പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പിന്നെ ഉള്ളത് ഇത്രയും കോടികൾ സ്വത്തുള്ള ഒരു വ്യക്തി ഒരുപാട് സ്ത്രീധനത്തിന് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. അൽമയുടെ വീട്ടുകാരോടൊക്കെ പറഞ്ഞത് സ്വർണ്ണമൊന്നും വേണ്ട, പെണ്ണിനെ മാത്രം മതി എന്നുള്ളതാണ്. പക്ഷെ അവരവരുടെ കൊണ്ട് ചോദിപ്പിക്കുന്നു. അവരവരെ കുടുംബത്തിൽ കൊണ്ടാവുന്ന രീതിയിൽ അച്ഛൻ്റെ ഭാഗത്തുനിന്ന് അച്ഛനും അമ്മയുടെ ഭാഗത്തുനിന്ന് അമ്മയും പൈസ കൊടുത്തിട്ടുണ്ട്, സ്വർണവും കുറച്ചോ എന്തോ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് അമ്മയോട് അൽമ വഴി അല്ലെങ്കിൽ അൽമ ഒരു കാറ് വേണമെന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. ഓൾറെഡി ആ വീട്ടിൽ കാറുണ്ട്, അപ്പോൾ വീണ്ടും ഒരു കാറ് വാങ്ങുന്നു. അങ്ങനെ അച്ഛനും അമ്മയും എല്ലാം ചേർന്നുകൊണ്ട് ഇവരെ അൽമയുടെ അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആണ്. അപ്പോൾ അവരൊരു കാറ് വാങ്ങിച്ചു കൊടുക്കുന്നു. അതും EMIയിലാണ് മേടിക്കുന്നത്. എല്ലാ EMIയും കറക്റ്റ് അടയ്ക്കുന്നതാണ്. അതിനിടയിൽ എന്തോ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഈ പിതാവ് EMI അടയ്ക്കുന്നത് തെറ്റി. അപ്പോൾ എന്തോ ഒരു എമൗണ്ട് ഉണ്ടായിരുന്നു, ഒരു 50,000-ത്തിനടുത്ത് എന്തോ ഒരു എമൗണ്ട്. ആ എമൗണ്ട് ഒറ്റയടിക്ക് വിഷ്ണു എന്നെ ക്ലോസ് ചെയ്തു. അത് ക്ലോസ് ചെയ്ത് 2-3 മാസങ്ങൾക്ക് ശേഷം വിഷ്ണു നിരന്തരമായിട്ട് അൽമയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ആ ക്ലോസ് ചെയ്ത പൈസ അവരുടെ അടുത്ത് നിന്ന് വാങ്ങിത്തരണം, അച്ഛൻ്റെ അടുത്ത് അമ്മേൻ്റെ അടുത്ത് നിന്ന് വാങ്ങിത്തരണം എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് പണത്തിനോടുള്ള ഒരു ആർത്തി അത് വിഷ്ണുവിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. അൽമയുടെ സഹോദരിയുടെ എൻഗേജ്മെൻ്റ് ഉണ്ടായ സമയത്ത് പോലും വിഷ്ണു ആ വീട്ടിൽ പോയിട്ടില്ല. പറയുന്നത് എനിക്ക് പണം തരാൻ പോലും ഇല്ലാത്ത വീട്ടുകാർക്ക് എങ്ങനെ അവളെ എൻഗേജ്മെൻറ്റ് നടത്താൻ തോന്നുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരാൾ വിവാഹം കഴിച്ചു പോകുമ്പോൾ അവരുടെ സിബ്ലിങ്സ് നമ്മളെയും കൂടെ സിബ്ലിങ്സ് ആയിട്ടാണല്ലോ മാറുക. ഇപ്പോൾ അൽമയ്ക്കൊരു സഹോദരി ഉണ്ടെങ്കിൽ അത് എൻ്റെയും കൂടെ സഹോദരിയാണെന്ന് വിഷ്ണു ചിന്തിക്കുമായിരുന്നു സാധാരണഗതിയിലാണെങ്കിൽ. പക്ഷേ വിഷ്ണു അപ്പോഴും നോക്കിയത് സ്വന്തം സ്വാർത്ഥതയും പണവും മാത്രമാണ്. ഈ പണത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ് വിഷ്ണുവിൻ്റെ പിന്നിൽ വിഷ്ണു അറിഞ്ഞോ അറിയാതെയോ ഒരാൾ കളിച്ചിട്ടുണ്ടാകണം എന്നുള്ള സംശയം വരുന്നത്. അതായത് ഇതിൻ്റെയൊക്കെ ആകെത്തുക എന്ന് പറയുന്നത് സ്വത്തുക്കൾ തന്നെയാണ്. ഇനി വിഷ്ണുവിൻ്റെ സ്വത്ത് എങ്ങോട്ട് പോകും എന്നുള്ളതൊരു ചോദ്യമല്ലേ. വിഷ്ണു ഇപ്പോൾ അൽമയെ കൊന്നു എന്ന് ഏറ്റെടുത്ത് കഴിഞ്ഞു, തെളിവ് കൊടുത്തു കഴിഞ്ഞു. വിഷ്ണു ഇനി 10-15 അതിൽ കൂടുതൽ വർഷം ജയിലിലായിരിക്കില്ലേ? അതിനുശേഷം തിരിച്ച് ഇത്രയും സ്നേഹിച്ച ഒരാളാണെങ്കിൽ ഞാൻ അവളെ കൊന്നു എന്നുള്ള ഒരു സങ്കടം സ്വാഭാവികമായിട്ടും അയാളുടെ മാനസിക നില എന്താവും എന്ന് നമുക്ക് പറയാൻ പോലും പറ്റില്ല. അപ്പോൾ വിഷ്ണുവിൻ്റെ സ്വത്തുക്കൾ പോലും മറ്റ് ബന്ധുക്കളിലേക്ക് പോവുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, വിഷ്ണു പറയുന്ന രീതിയിലൊക്കെയാണ് പുറത്തുനിന്നുള്ള സപ്പോർട്ട് വിഷ്ണു ഇന്ന് ഇപ്പോഴും വരുന്നു എന്ന് പറയുമ്പോൾ അത് ആ സ്വത്തുക്കൾ പുറത്തു പോകാതിരിക്കാൻ വേണ്ടി കളിച്ച കളിയാണോ എന്ന തരത്തിലുള്ള സംശയങ്ങളാണ് വരുന്നത് ഈ വിഷ്ണുവിൻ്റെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട്. എന്താണെന്ന് നമുക്ക് വ്യക്തമല്ല, പക്ഷെ എങ്കിൽ പോലും അങ്ങനെ ഒരു സംശയമുണ്ട്, അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. വിഷ്ണു പോലും അറിയാതെ വിഷ്ണുവിൻ്റെ ഉള്ളിലേക്ക് അൽമ അങ്ങനെയാണ്, അല്ലെങ്കിൽ അൽമ വേറൊരു കുഞ്ഞിന് ജന്മം നൽകി കഴിഞ്ഞാൽ നമ്മുടെ സ്വത്തുക്കൾ പുറത്തു പോകും എന്നുള്ള ആ ഒരു നിരന്തരമായിട്ടുള്ള ഒരു പ്രഷർ വിഷ്ണുവിൻ്റെ ഉള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. അൽമ മരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നുമില്ല. ഇങ്ങനൊരു സംശയം അൽമയുടെ കുടുംബത്തിലുണ്ട്. അവര് പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് അതാണ്. അപ്പോൾ ഇതിനിടയിൽ വിഷ്ണു ഇതിനു മുമ്പ് ഒരിക്കൽ ഒളിച്ചോടിപ്പോയിട്ടുണ്ട്. അതായത് നാട് വിട്ടുപോയ ഒരാളാണ്. ഈ കൊലപാതകം നടന്ന സമയത്ത് നമ്മൾ കേട്ട വാർത്ത എന്താണ്? കൊലപാതകം നടത്തി നാട് വിട്ടു പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നേരിട്ട് സഹോദരൻ്റെ വീട്ടിലേക്ക് എത്തുകയും കാര്യങ്ങൾ പറയുകയും സഹോദരൻ പോലീസിനെ വിളിച്ച് പറയുകയായിരുന്നു എന്നുള്ളതല്ലേ. അതായത് വീണ്ടും നാട് വിട്ടു പോയി കഴിഞ്ഞാലും വിഷ്ണുവിൻ്റെ സ്വത്തുക്കൾ അങ്ങനെ തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഈ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അതിനു വേണ്ടി ആരെങ്കിലുമൊക്കെ കളിച്ചൊരു കളിയാണോ എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടും. ഈ രണ്ടാമത്തെ ഒരു കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ സാധ്യത പറയുകയാണ്, നമുക്കതിന് തെളിവോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒന്നും ഇത് ഉണ്ടായിട്ട് പറയില്ല. ഇപ്പോൾ അൽമയുടെ ബന്ധുക്കളടക്കം ഇങ്ങനൊരു സംശയം പ്രകടിപ്പിക്കുമ്പോൾ അങ്ങനെ ഒരു സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കൊലപാതകം എന്ന് പറയുന്നത്
കരുതിക്കൂട്ടി ചെയ്തതാണെങ്കിൽ ഇതിനാര് പിന്തുണ കൊടുത്തു എന്നുള്ളത് പുറത്തേക്ക് വരേണ്ടതുണ്ട്. ഇപ്പോൾ വിഷ്ണു കൊടുത്തിരിക്കുന്ന ആ ഒരു മൊഴി മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വിഷ്ണു മാത്രമായിരിക്കും ഇത് മുഴുവൻ അനുഭവിക്കേണ്ടി വരിക. വിഷ്ണുവും അറിയാതെ ഇതിനൊരു ഇരയായി മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടുന്നത്. വലിയ സംശയങ്ങളാണ്, ഒരുപാട് ദുരൂഹതകളുണ്ട്. നമ്മൾക്ക് ഈ തോന്നുന്ന സംശയങ്ങളും ഈ കാണുന്ന കാര്യങ്ങൾ മാത്രമാണ് ആ ഒരു വീട്ടിലും ആ ഒരു കുടുംബത്തിലും നടന്നത് എന്ന് തോന്നുന്നില്ല. രണ്ടുപേരുടെ പേരിലായാലും കൊലപാതകം ചെയ്തിരിക്കുന്നു വിഷ്ണു, അതൊരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ ഇല്ല. അത് കൊന്നു എന്ന് പറയുന്ന തെറ്റ് തന്നെയാണ്. ഒരാളുടെ ഇപ്പൊ പറയുന്നില്ലേ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിന്റെ മുൻപിൽ എത്തുന്നത് വരെയാണ് നമ്മുടെ സ്വാതന്ത്ര്യം. വേറൊരാളെയും വാക്കുകൊണ്ട് പോലും ഹനിക്കാൻ പറ്റാത്ത ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഒരു നാട്ടിലെ ഒരു അധ്യാപകൻ ഇത്തരത്തിൽ ഒരാളുടെ ജീവൻ എടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് നമ്മളെ നാട്ടിൽ തന്നെയാണോ ഇത് നടക്കുന്നതെന്ന് പോലും തോന്നിപ്പോവുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഇനി ഈ പറയുന്നത് പോലെ ജോളി കേസൊക്കെ നമുക്കറിയാലോ. അപ്പോൾ ഇതെന്തിനു വേണ്ടിയായിരുന്നു എന്നത് പോലീസിൻ്റെ കയ്യിലാണ്. പോലീസാണ് കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു അന്വേഷണം കൊണ്ടുപോകേണ്ടത്. വിഷ്ണു നിലവിലത്തെ സാഹചര്യത്തിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം വിഷ്ണുവിൻ്റെ മൊഴി പൂർണ്ണമായിട്ട് പോലീസ് വിശ്വസിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. പോലീസ് ആദ്യം കരുതിയത് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ആരോ ഒരാളുമായിട്ടുള്ള സംശയം അതിനെ ചൊല്ലി ആയിരിക്കാം ഈ ഒരു വാക്കുതർക്കമൊക്കെ ഉണ്ടായത് എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഈ പറയുന്നത് പോലെ നാട്ടുകാർ നൽകുന്ന മൊഴി പ്രകാരം രണ്ടാമതൊരാൾ വന്നിട്ടുണ്ടെങ്കിൽ അയാൾ ആരാണ്, എവിടെയാണ് കണ്ടെത്താൻ വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം, ആ വീടിരിക്കുന്നത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളിക്ക് സമീപത്താണ്. പള്ളിയുടെ ചുറ്റിലും എന്തായാലും ഈ പറയുന്ന ക്യാമറകൾ ഉണ്ടാവും. വിഷ്ണുവിൻ്റെ വീട്ടിലും ക്യാമറകളുണ്ട്. പിന്നെ ഈ പറയുന്നത് പോലെ നായ്ക്കളെയും ഈ ബാക്കി കാര്യങ്ങൾ, അതായത് കത്തി നേരത്തെ വാങ്ങി ഒരാഴ്ച മുന്നേ വാങ്ങി സൂക്ഷിക്കുക എന്നുള്ള രീതികളൊക്കെ ആയതുകൊണ്ട് ഈ CCTV ക്യാമറകൾ എന്തെങ്കിലും തകരാറിലാക്കി വെച്ചിട്ടുണ്ടോ, തെളിവ് കിട്ടാതിരിക്കാൻ വിഷ്ണു എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊരു സംശയമാണ്. അപ്പോൾ അത് തെളിവുകൾ ഇനി അവിടെ നിന്ന് ലഭ്യമാകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ അൽമയെ കൊലപ്പെടുത്തി എന്ന് പറയുന്നില്ലേ, പെട്ടെന്നൊരു ദേഷ്യത്തിലുണ്ടായ ഒരു കൊലപാതകമാണെന്ന് പറയുന്നില്ലേ, ഞാൻ കരുതിക്കുട്ടി ചെയ്തതല്ല എന്നതൊക്കെ പറയുന്നില്ലേ. പക്ഷേ അയാളുടെ പക തീർക്കുന്ന രീതിയിലായിരുന്നു അൽമയെ കൊന്നതെന്നാണ് ആ ഒരു ബോഡി കാണുമ്പോൾ മനസ്സിലാകുക. അതായത് അൽമയെ കഴുത്തിലാണ് കുത്തി കൊന്നത്. കുത്തി നല്ല ആഴത്തിലുള്ള മുറിവായതുകൊണ്ടാണ് അൽമ മരണപ്പെടുന്നത്. ചോരയൊന്നും പുറത്തേക്ക് അല്ലാതെ വന്നിട്ടില്ല എങ്കിൽ പോലും ആഴത്തിലുള്ള മുറിവായിട്ട് അൽമ മരണപ്പെട്ടു എന്ന് വിഷ്ണുവിന് മനസ്സിലായി. പക്ഷേ വീണ്ടും അവളോടുള്ള ദേഷ്യം തീർക്കുന്ന രീതിയിലായിരുന്നു വിഷ്ണുവിൻ്റെ പ്രവർത്തനങ്ങൾ. ഈ മൂക്കിലൊക്കെ കൈയിട്ടിട്ട്, അതായത് ശ്വാസം മുട്ടിക്കാൻ വേണ്ടി കൊലപ്പെടുത്തുന്ന അത്രയും മൃഗീയമായിരുന്നു എന്നുള്ളതാണ്. അൽമയുടെ അച്ഛൻ തന്നെ പറയുന്നുണ്ട്, മകളുടെ ഈ ചുണ്ട് ഇങ്ങോട്ട് ചെരിഞ്ഞായിരുന്നു കിടക്കുന്നത്. അതായത് ശ്വാസം മുട്ടിച്ചും കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഓൾറെഡി കുത്തി കൊലപാതകം കഴിഞ്ഞു എന്ന് വ്യക്തമായിട്ടും വീണ്ടും അയാൾ ആ ഒരു മൃതദേഹത്തോട് അങ്ങനെ ചെയ്യണമെങ്കിൽ അത്രയും പക ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതെന്തിനാണ് ഈ പകയുണ്ടായിരുന്നത്, എങ്ങനെയാണ് ഈ കൊലപാതകം പ്ലാൻ ചെയ്തത്, ഇതിനാരെങ്കിലും പിന്തുണ നൽകിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇയാളെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടോ, അങ്ങനെയാണോ ഈ പെൺകുട്ടിയോട് ദേഷ്യം വന്നു തുടങ്ങിയത്? അതായത് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അത്രയും സ്നേഹിച്ച് കഴിഞ്ഞിരുന്ന മാതൃകാ ദമ്പതികളാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലൊക്കെ മുൻപന്തിയിൽ നിന്ന ആളുകളാണ്. ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുണ്ടെങ്കിൽ അതാരാണെന്ന് പുറത്തു കൊണ്ടുവരണം. കാരണം ഇതിപ്പോൾ ഇന്ന് അൽമയ്ക്ക് സംഭവിച്ചെങ്കിൽ ഇതേ ആൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, നിയമത്തിന് മുന്നിൽ കൈയും വീശി നടക്കുന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്കും സമാന രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാം എന്നുള്ളതാണ്. അപ്പോൾ പോലീസ് ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു നിർണായകമായ നടപടി എടുക്കേണ്ടതുണ്ട്, അന്വേഷണം കുറച്ചുകൂടി ഊർജിതമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. എന്തായാലും ഈ സംഭവം ഇപ്പോൾ പറഞ്ഞതുപോലെ കുടുംബത്തെ ആകെ ഒന്നടങ്കം എത്ര പറഞ്ഞാലും ഒരു നഷ്ടം തന്നെയാണ്. അതിനെ നമുക്ക് നികത്താനാകില്ല. അപ്പോൾ എന്തായാലും എല്ലാ സത്യങ്ങളും പുറത്തേക്ക് വരട്ടെ, തെറ്റുകാർ ശിക്ഷിക്കപ്പെടട്ടെ.